ഏഴാം ക്ലാസ് ലിസാനുൽ ഖുർആൻ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള 5, 6, 7, 8 എന്നീ 4 പാഠങ്ങളുടെ റിവിഷൻ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മറ്റു പാഠങ്ങളുടെ വീഡിയോയുടെ ലിങ്ക് കമൻറ്റിലുണ്ട്. ആവശ്യമുള്ളവർക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. പ്രയാസമുള്ള ഭാഗങ്ങൾ, വാക്കുകളുടെ പ്രയോഗങ്ങൾ, ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിയ വളരെ ഉപകാരപ്രദമായ വീഡിയോയാണ്. മുഴുവനായി കാണുകയാണെങ്കിൽ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനും ലിസാൻ്റെ ഭാഗങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാനും പറ്റും. നേരെ വീഡിയോയിലേക്ക് കടക്കാം. അദ്ദറസുൽ ഖാമിസ്, പാഠം 5. മക്കത്തു വൽ മദീനത്തു, മക്കയും മദീനയും. മക്കത്തു വൽ മദീനത്തു മദീനത്താനി മുക്കറമത്താനി വ മുഖദ്ദസത്താനി. പരിശുദ്ധവും പവിത്രവുമായ 2 പട്ടണമാണ് മക്കയും മദീനയും. വൽ കഅബത്തു ബി മക്ക, കഅബ മക്കയിലാണ്. യതൂഫു ബിഹർ റിജാലു വൻ നിസാഉ വൽ വിൽദാനു, കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും അതിനെ തവാഫ് ചെയ്യുന്നു. ഫയുസല്ലൂന റക്അത്തൈനി ഖൽഫൽ മഖാം, ഇബ്രാഹിം മഖാമിനു പിന്നിൽ നിന്ന് അപ്പോൾ അവർ 2 റക്അത്ത് നിസ്കരിക്കുന്നു. സുമ്മ യൻസരിഫൂന, പിന്നീട് അവർ പിരിഞ്ഞുപോകും. വൽ മദീനത്തു ഫീഹാ അൽ മസ്ജിദുൻ നബവി, മദീനയിലാണ് മസ്ജിദു നബവി നിലകൊള്ളുന്നത്. വഫീഹാ ഖബ്റുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ നിലകൊള്ളുന്നത്. തറാ ഫി ഹാദ ദർസി ഹുറൂഫൻ മുലവ്വനൻ, ഈ പാഠത്തിൽ നിങ്ങൾക്ക് നിറം കൊടുത്ത അക്ഷരങ്ങൾ കാണാം. യുക്കാലു ലഹ ഹുറൂഫുൽ അത്ഫ്, അവകൾക്ക് അത്ഫിൻ്റെ അക്ഷരങ്ങൾ എന്ന് പറയും. വ ഹുറൂഫുൽ അത്ഫി അഷറത്തുൻ, അത്ഫിൻ്റെ ഹറഫുകൾ 10. ഔ ബൽ ഹത്ത ഫാഉൻ വാവുൻ ലാക്കിൻ സുമ്മ അം ഇമ്മ ല. വയുസമ്മ ആദിഹിൽ ഹുറൂഫു ആതിഫൻ, ഈ ഹറഫുകൾക്ക് ആതിഫ് എന്ന് പറയപ്പെടുന്നു. വമാ ഖബ്ലഹ മഅ്തൂഫൻ അലൈഹി, അതിന് മുമ്പുള്ളതിന് മഅ്തൂഫ് അലൈഹി എന്നും പറയും. മഅ്തൂഫ് അലൈഹി. വമാ ബഅദഹ മഅ്തൂഫൻ, അതിന് ശേഷമുള്ളത് മഅ്തൂഫും ആണ്. മുമ്പുള്ളത് മഅ്തൂഫുൻ അലൈഹി. ഇപ്പോൾ സെയ്ദുൻ വ അമ്രുൻ എന്നുള്ളതിൽ വാൻ്റെ മുമ്പ് സെയ്ദാണുള്ളത്. സെയ്ദ് മഅ്തൂഫുൻ അലൈഹിയാണ്. വ അമ്രുൻ എന്നുള്ള വാവിന് ശേഷം അമ്രുൻ വന്നു, അത് മഅ്തൂഫുമാണ്. വൽ മഅ്തൂഫ് യത്ബഉൽ മഅ്തൂഫ് അലൈഹി ഫിൽ ഇഅറാബ്, മഅ്തൂഫ് മഅ്തൂഫുൻ അലൈഹിയോട് ഇഅറാബിൻ്റെ വിഷയത്തിൽ യോജിക്കും എന്നതാണ്. സെയ്ദുൻ, സെയ്ദുൻ എന്നുള്ള ദാലിന് നമ്മൾ ദമ്മാണ് കൊടുത്തത്. അതുപോലെ തന്നെ വാക്ക് ശേഷം വരുന്ന അമ്രുൻ എന്നുള്ളതിനും ദമ്മ് കൊടുക്കണം. ഒരു കാരണവശാലും സെയ്ദുൻ എന്ന് പറഞ്ഞാൽ പിന്നെ അമ്രിൻ എന്നോ അല്ലെങ്കിൽ അമ്രൻ എന്നോ പറയാൻ പാടില്ല. അവസാനത്തെ അക്ഷരം മുമ്പുള്ളതിന് ഏതാണോ അതുതന്നെ ശേഷമുള്ളതിന് കൊടുക്കണം. അതാണ് അത്ഫിൻ്റെ വിഷയത്തിൽ മഅ്തൂഫുൻ അലൈഹിയോട് യോജിക്കും എന്ന് പറഞ്ഞത്. ഹുറൂഫു ഹത്ഫിൻ ഔ വബൽ ഹത്താ വഫ വാവുൻ വലാക്കിൻ സുമ്മ അം ഇമ്മ വല. അക്ഷരങ്ങൾ എളുപ്പത്തിൽ പഠിക്കാനുള്ള ഒരു ബൈത്താണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി തദ്രീബാത്തിലേക്ക് വരുമ്പോൾ നഖ്റഉൽ അംസിലത, ഉദാഹരണങ്ങൾ നമുക്ക് വായിക്കാം. ഇഷ്തറൈത്തുൽ കലമ വൽ കിർത്താസ, ഞാൻ പേനയും കടലാസും വാങ്ങി. കദിമൽ ഹുജ്ജാജു ഹത്തൽ മുഷാത്തു, ഹാജിമാർ വന്നു കാൽനടക്കാർ വരെ. ജാഅത്തിൽ ഉമ്മു, ഉമ്മ വന്നു. ബലിജദ്ദത്തു, അല്ല വലിയുമ്മയാണ് വന്നത്. അപ്പോൾ നിങ്ങൾ നോക്കൂ, നമ്മൾ ഈ പറഞ്ഞ ഇപ്പോൾ ബല്ലിന് മുമ്പുള്ളത് ഉമ്മുവാണ്. ഉമ്മുവിൻ്റെ ആ ലമ്മ് ജദ്ദത്തുനും വന്നു. ഇതുപോലെ ആയിരിക്കും അത്ഫും മഅ്തൂഫും ഉണ്ടാവുക.
ഇതാണ് ഈ പാഠഭാഗത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്. ആത്തിഫ് മാത്തൂഫിനോട് ഇറാബിൻ്റെ വിഷയത്തിൽ യോജിക്കും. ഇറാബ് എന്ന് പറഞ്ഞാൽ ഓരോ വാക്കുകളുടെയും അവസാനത്തിൽ വരുന്ന ഹർക്കത്താണ്. ഇപ്പോൾ ജദ്ദത്തു എന്നുള്ള തൂവിൻ്റെ ലമ്മിനാണ് ഇറാബ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നോക്കൂ. സജദൽ ഇമാമു സുജൂദ് ചെയ്തു. ഫൽ മഅ്മൂമു, കണ്ടില്ലേ, ഇമാമു സുജൂദ് ചെയ്തു, മഅ്മൂമും സുജൂദ് ചെയ്തു. ലഇൻ യജി ഉമറു ലാക്കിൻ ഖാലിദുൻ, ഉമർ വന്നിട്ടില്ല എങ്കിലും ഖാലിദ് വന്നു. ഖാലിദുൻ ഉമറു, രണ്ടും ലമ്മാണ്. തഅല്ലമൽ വലദു അൽ ഖുർആന സുമ്മൽ ഹദീസ, കുട്ടി ഖുർആൻ പഠിച്ചു പിന്നീട് ഹദീസും. കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ, നീ പണ്ഡിതനോ വിദ്യാർത്ഥിയോ ആവുക. കണ്ടില്ലേ, ആലിമൻ ഔ മുതഅല്ലിമൻ. ഹൽ വാലിദുക താജിറുൻ അം സാരിഉൻ, നിന്റെ പിതാവ് കച്ചവടക്കാരനാണോ അതോ കർഷകനാണോ. താജിറുൻ സാരിഉൻ. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ, നിശ്ചയം നാം അവന് വഴി കാണിച്ചു കൊടുത്തു, ഒന്നുകിൽ നന്ദിയുള്ളവനായി അല്ലെങ്കിൽ നന്ദികേട് കാണിച്ചവനായി. അക്കല ഫരീദുൻ ലാ ഹമീദുൻ, തിന്നത് ഫരീദാണ്, ഹമീദ് അല്ല. അതിനടുത്തത് നുജീബു, നമുക്ക് ഉത്തരം പറയാം എന്നുള്ളതിൽ വരുന്നത് വായിച്ചു നോക്കാം. കം ഹുറൂഫൻ ലിൽ അത്ഫി വമാഹിയ, ഹുറൂഫുൽ അത്ഫ് അഷറത്തുൻ, അഥവാ അത്ഫിനിക്ക് എത്ര അക്ഷരങ്ങളുണ്ട്, അത് ഏതൊക്കെയാണെന്നാണ് ചോദ്യത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഉറൂഫുൽ അത്ഫ് അഷറത്തുൻ, അത്ഫിൻ്റെ അക്ഷരങ്ങൾ 10 ഔ വബൽ ഹത്ത ഫാഉൻ വാവുൻ ലാക്കിൻ സുമ്മ അം ഇമ്മാല. രണ്ടാമത്തെ ചോദ്യം, ഫി അയ്യ ഷൈഇൻ യത്ബഉൽ മഅതൂഫു മഅതൂഫുൻ അലൈഹി, മഅതൂഫ് മഅതൂഫുൻ അലൈഹിയോട് ഏത് വിഷയത്തിലാണ് യോജിക്കുക. യത്ബഉൽ മഅതൂഫു ഫിൽ ഇറാബി, ഇറാബിൻ്റെ വിഷയത്തിലാണ് യോജിക്കുക. അപ്പോൾ മഅതൂഫിൻ്റെ ഇറാബ് മഅതൂഫുൻ അലൈഹിക്കും ഉണ്ടാകും. ഇനി നുകമ്മിലു ബിൽ മുനാസിബി മിൻ ഹുറൂഫിൽ അത്ഫി, യോജിച്ച അത്ഫിൻ്റെ അക്ഷരങ്ങൾ നൽകി പൂരിപ്പിക്കാനാണ്. ഉൻസുർ അഹാക്ക ളാലിമൻ ഔ മദ്ലൂമൻ, നീ നിൻ്റെ സഹോദരനെ അക്രമിയാണെങ്കിലും ആക്രമിക്കപ്പെട്ടവനാണെങ്കിലും നീ സഹായിക്കുക. ലാലിമൻ ഔ മദ്ലൂമൻ, അപ്പോൾ ലാലിമൻ്റെ അതേ ഇറാബന്നെ മദ്ലൂമൻ എന്നുള്ളതിന് വന്നു. അകൽതുൽ യൗമ അൽ ഖുബ്സ വൽ ലഹ്മ, ഇന്ന് ഞാൻ ഇറച്ചിയും പത്തിരിയും തിന്നു. സൊല്ലൽ മുസല്ലി അൽ ഫറല ഫസുന്നത്ത, നിസ്കരിക്കുന്നവൻ ഫറലും ഉടനെ സുന്നത്തും നിസ്കരിച്ചു. ഫ എന്നുള്ളത് അത്ഫിൻ്റെ അക്ഷരമാണ്. ഫറലയുടെ ഇറാബ് ഫതഹാണ്, സുന്നത്തിൻ്റെ ഇറാബും ഫതഹാണ്. അതാണ് അത്ഫ് മഅതൂഫുൻ അലൈഹി യോജിച്ച് വരിക എന്ന് പറയുന്നത്. കാലു ലബിസ്ന യൗമുൻ ഔ ബഅദ യൗമിൻ, നാം ഒരു ദിവസമോ ഒരു ദിവസത്തിൻ്റെ പകുതിയോ വസിച്ചിരിക്കും എന്ന് അവർ പറഞ്ഞു. ഐന ബൈത്തുക ഫിൽ ഖറിയത്തി അം ഫിൽ മദീനത്തി, നിൻ്റെ വീട് എവിടെയാണ്, ഗ്രാമത്തിലാണോ അതോ പട്ടണത്തിലാണോ. ഇനി നെൽബിത്തു ബിൽ അഷ്കാലി, നമുക്ക് ഫതഹ് കസ്ർ ലമ്മ് എന്നീ ഹർക്കത്തുകൾ ഇട്ട് കൊടുക്കാനാണ്. ജലസൽ ഉസ്താദു സുമ്മത്തുല്ലാബു, അപ്പോൾ ഇതിലൂടെ മെയിനായിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അത്ഫിൻ്റെ അക്ഷരത്തിന് മുമ്പുള്ളതിൻ്റെ അവസാനത്തെ അക്ഷരത്തിൻ്റെ അതേ ഹർക്കത്ത് തന്നെ അത്ഫിൻ്റെ അക്ഷരത്തിന് ശേഷമുള്ള വാക്കിനും കൊടുക്കുക എന്നുള്ളതാണ് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ജലസൽ ഉസ്താദ്, ഉസ്താദ് ഇരുന്നു. സുമ്മത്തുല്ലാബു, അപ്പോൾ സുമ്മക്ക് ശേഷം വരുന്ന തുല്ലാബ് എന്നോ തുല്ലാബ എന്നോ ബി എന്നൊന്നും പറ്റില്ല, തുല്ലാബു എന്ന് തന്നെ അവിടെ കൊടുക്കണം. ഇഷ്തറൈത്തു കിതാബൻ വ കലമൻ, ഞാൻ പുസ്തകവും പേനയും വാങ്ങി. അവിടെ കിതാബൻ എന്നുള്ളതിന് ശേഷം നിങ്ങൾ അത്ഫിൻ്റെ വാവ് കണ്ടു. കലമൻ എന്നുള്ളത് കിതാബൻ്റെ അതേ ഇറാബ്.
അകൽത്തു സമക്കത്ത ഹത്താ റഅ്സഹ, മത്സ്യം മീൻ ഞാൻ തിന്നു തലയടക്കം. ഹത്ത അത്തുഫിൻ്റെ അക്ഷരമാണ്. ഇഖ്റ മിനൽ ഖുർആനി കുല്ല യൗമിൻ സൂറത്തൻ ഔ സുഫ്ഹത്തൻ. സൂറത്തൻ ഔ അത്തുഫിൻ്റെ അക്ഷരമാണ്, അതുകൊണ്ട് സഫ്ഹത്തൻ എന്ന് പറയണം. ഖുർആനിൽ നിന്ന് ഒരധ്യായമോ ഒരു പേജോ ദിവസവും നീ ഓതുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ പാഠത്തിൽ പരാമർശിച്ച വിഷയങ്ങൾ. ഇതിലൂടെ പഠിപ്പിക്കുന്നത് അത്ഫിൻ്റെ അക്ഷരങ്ങൾ എത്രയാണ്, ഏതൊക്കെയാണ്, അതിൻ്റെ ഉപയോഗം, പ്രയോഗം, അതെങ്ങനെയാണ് വരുന്നത്, അത്ഫിൻ്റെ അക്ഷരം ഏതിലാണ് യോജിക്കുക. ചോദ്യം ഉറപ്പായും പ്രതീക്ഷിക്കാം. ഇറാബിൻ്റെ വിഷയത്തിലാണ് അത്ഫ് മഅ്തൂഫുൻ അലൈഹിനോട് യോജിച്ച് വരുന്നത്. പ്രത്യേകം നോട്ട് ചെയ്യുക വിഷയം. അപ്പോൾ ഇതോടെ ഈ ഒരു പാഠത്തിൻ്റെ വിശദീകരണം പൂർത്തിയായി. മറ്റു 2 പാഠങ്ങളുടെ വീഡിയോയുടെ ലിങ്ക് കമൻറ്റിലുണ്ട്. അതും കൂടെ കണ്ടാൽ നല്ലൊരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. പാഠഭാഗം കൃത്യമായി മനസ്സിലാക്കാം. നമ്മുടെ കഷ്ടപ്പാടിന് നന്ദി അറിയിച്ചുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. വാർഷിക പരീക്ഷ വരാനിരിക്കുന്നു. നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം.